ഏഹ് ഈ യുദ്ധം നടക്കുകയാണല്ലോ. ഉവ്വ. അതിനെ പറ്റിയൊരു കാര്യം അറിയാനായിട്ട്. ആ ആ മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പഹൽഗാം ആക്രമണം ഉവ്വ. നമ്മുടെ 26 പേരെ കൊന്നു. ഉവ്വ. പിന്നെ അതിന് നമ്മൾ എങ്ങനെ തയ്യാറെടുപ്പായിട്ട് നിൽക്കായിരുന്നു. ഉവ്വ. ഇപ്പം നമ്മൾ തിരിച്ചടിച്ചു, അതിശക്തമായി തിരിച്ചടിച്ചു. തീർച്ചയായിട്ടും അപ്പോൾ ഇനി ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കുക? കറക്റ്റ് പോയിന്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭീകരാക്രമണം നടത്തിയ സമയത്ത് പ്രതിപക്ഷം പലരും സുരക്ഷാ വീഴ്ച എന്ന രീതിയിൽ വളരെയധികം ചർച്ചകളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. 2 ദിവസം മുന്നേ വരെ ഇത് വളരെ വിവാദമായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യ പ്രതിപക്ഷ കക്ഷികൾ പലരും ഈ വിഷയങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ ചൊല്ലി വളരെ തർക്കങ്ങളും വിവാദങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഇതിൽ ഗോൾ അടിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി തന്നെയാണ്. കാരണം നരേന്ദ്രമോദിയുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ. കാരണം അദ്ദേഹം സിന്ധു നദി വെള്ളം പാകിസ്ഥാന് കൊടുക്കുന്നതിൽ തടസ്സം നിർത്തി വളരെ ശക്തമായ അന്താരാഷ്ട്ര ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു ഭീകരരാഷ്ട്രമാകുന്ന രീതിയിലേക്കുള്ളൊരു ഡെവലപ്മെൻറ്റ് നടത്തി എല്ലാ മേഖലയിലും ഈ എന്താ പറയുക മനുഷ്യ മനസ്സുകളുടെ പോലെ രാജ്യങ്ങളുടെ സപ്പോർട്ട് പിന്തുണ അത് നരേന്ദ്രമോദി നേടിയെടുക്കുന്നതിൽ ശരിക്കും വന്നു കഴിഞ്ഞാൽ വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതോടൊപ്പം തന്നെ ആക്രമണം സൈന്യത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്തു. എന്ത് വേണമെങ്കിൽ ചെയ്തോ ഞങ്ങൾ ഓക്കെയാണ്, എല്ലാവിധ സർവ്വ സന്നാഹം സൈന്യത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം തിരിച്ചടിക്കാനായിട്ട് സൈന്യം പ്ലാൻ ചെയ്തു, കറക്റ്റ് ആയി. അത് പ്രധാനമന്ത്രിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഒന്നും അറിയാത്ത പോലെ സിമ്പിളായിട്ട് കേരളത്തിൽ വിദേശിക്ക് പോയില്ലെങ്കിലും കേരളത്തിലൊന്നും ഇന്ത്യയിൽ പല സ്ഥലത്തും ഇന്നലെ വരെ ആള് സിന്ധു നദിയിലെ വെള്ളം പാകിസ്ഥാന് കൊടുക്കുന്നില്ല എന്ന രീതിയിലൊക്കെ പ്രസംഗം നടത്തിയിട്ട് ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ധാരണ പുറത്തേക്ക് വരാതിരുന്നു. പിന്നെ മോക്ക് ഡ്രില്ല് നടത്തുന്നു, ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നു എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ അർത്ഥം ഇന്ത്യ തിരിച്ചടിക്കും, പക്ഷെ ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള ചാൻസ് ഇല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് സാധ്യതയുള്ളൂ എന്നൊരു ധാരണ പാകിസ്ഥാൻ സൈന്യത്തിന് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ എനിക്ക് മോദിയുടെ ബുദ്ധിശക്തിനെ പറ്റി പറയാൻ കാണിച്ചില്ല. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനൊരു 11 മണി നേരത്ത്, ഇത് ഈ 12 മണിക്ക് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 11 മണിയുടെ വാർത്തയിൽ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ വെള്ളം ഇന്ത്യയിൽ തന്നെ ഒഴുകും, ഇന്ത്യയിലെ വെള്ളം ഒരിക്കലും മറ്റു രാജ്യങ്ങളിലേക്ക് കളയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ സരസമായിട്ട് ആൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം ഒരു പകപ്പില്ല, വളരെ പ്ലാൻ ചെയ്ത് ഷാർപ്പായിട്ട് പാകിസ്ഥാനെ അടിക്കാനായിട്ട് എല്ലാ സെറ്റിങ്സും സെറ്റായി നിന്നിട്ട് ഇതൊന്നും ലോകം അറിയാതിരിക്കാൻ വേണ്ടി തന്ത്രപരമായിട്ട് ആള് മുന്നോട്ട് പോകാൻ ഇങ്ങനൊരു പ്ലാൻ അടിക്കുന്നുള്ള ചിന്ത പുറത്തേക്ക് വരുന്നില്ലെന്ന് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു നീക്കം നടത്തിയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ സൂപ്പർ ഗെയിമാണ് കളിച്ചിട്ടുള്ളത്. കാരണം അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാവിധ തന്ത്രങ്ങളും നടത്തിയിട്ട് അധികാരം ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും കേന്ദ്രത്തിന് അധികാരം പിടിച്ചെടുക്കണം, എന്ത് തന്ത്രം പ്രയോഗിച്ചാണ് അധികാരം പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേ സെയിം ഇതിൽ തന്നെ തീവ്രവാദികൾക്കെതിരെ, രാജ്യത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ആള് നടത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൂടുതൽ ബഹുമാനം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് ഇനി വരുന്ന എന്താ പറയുക തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രധാനമന്ത്രിക്ക് അനുകൂലമായ ഒരു ചെറിയ ഒരു രീതിയിലെങ്കിലും ഒരു തരംഗം ഉണ്ടാവാൻ ചാൻസ് വളരെ അധികമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഭരിക്കുന്ന പാർട്ടിക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്. പ്രതിപക്ഷത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവർ കുറേ ഇലക്ഷന് വേണ്ടി പ്രവർത്തിച്ച് വർക്ക് ചെയ്താലും ലാഭം മുഴുവനും കിട്ടാൻ പോകുന്നത് സർക്കാരിനായിരിക്കും, ഭരിക്കുന്ന സർക്കാരിനായിരിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ.